ഹർഷ, ഇന്നലെ മുതൽ എല്ലാവരും സംസാരിക്കുന്ന മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയാകുന്ന ഒരു വിഷയമുണ്ട്. അത് തൊണ്ടി മുതൽ കേസാണ്. അത് ആന്റണി രാജുവിന്റെ പതനത്തിന് കാരണമായ ഒരു കേസാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾക്ക് ആലോചിച്ചിരുന്നത് എന്താണ് ഈ കേസ് എന്ന് ആലോചിച്ചതിന്റെ പിന്നാലെ പോയപ്പോൾ ഒരു പൊട്ടിച്ചിരിയിൽ അവസാനിച്ചെങ്കിലും വലിയൊരു കഴമ്പുള്ള ഒരു കേസാണ്. എന്താണ് ശരിക്കും ഈ തൊണ്ടി മുതൽ കേസ്, ഹർഷ? ഈ ഒരു കേസ് തുടങ്ങുന്നത് 1990-ലാണ്. അതായത് ഇപ്പോ ഒരു 35 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കേസ് നടന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആന്റണി രാജുവിന് 3 വർഷത്തേക്ക് തടവ് ലഭിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ആ ഒരു സമയത്ത് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പല കേസുകളും 4-5 വർഷം നീളുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന്റെ കഴിവുകേടാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇതിനേക്ക് എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ എത്രത്തോളം ആയി എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടി. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർപോൾ വരെ ഇടപെട്ട ഒരു കേസാണിത്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തെ ഭരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ താഴെ വീഴ്ത്താൻ ഇന്റർപോൾ വരെ ഇടപെട്ട ഒരു വലിയ കേസ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചുരുളഴിയുന്നു. അതിന്റെ പേരിൽ ഒരു രാജ്യം ഉണ്ടാകുന്നു. ഇനി ജയിലിലേക്ക് 3 വർഷത്തേക്ക് ജയിലിലേക്ക് പോകുന്ന ഒരു വലിയ കേസ്. അതെ, തീർച്ചയായിട്ടും. ഈ ഒരു കേസ് തുടങ്ങുന്നത് 1990 ഏപ്രിൽ 4-നാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ പിടികൂടിയിടത്തു നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത്. അതായത് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ ഈ അടുത്ത കുറെ നാളുകളെ നമ്മൾ കേൾക്കുന്നുണ്ട് അടിവസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ സ്വർണം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി മരുന്ന് വെച്ചുകൊണ്ടൊക്കെ വരുന്നത് നമ്മൾ സ്ഥിരം വാർത്തയായി മാറുന്നുണ്ട്. പക്ഷെ ഇത് 1990 എന്ന് പറയുമ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കേസ് നടക്കുമ്പോൾ അത് സുപ്രധാനമായ കേസ് എന്ന് അന്നത്തെ കാലത്ത് പറയേണ്ടിയിരുന്നതായിരുന്നു. പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി 10 വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചിരുന്നു. അതായത് ഹൈക്കോടതി വിട്ടയച്ചു എന്ന് പറയുമ്പോഴാണ് അവിടെ എന്തുകൊണ്ട് 10 വർഷത്തേക്ക് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്ന പ്രതി എന്തുകൊണ്ട് പിന്നീട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കുറ്റവിമുക്തനായി എന്നുള്ള ഇടത്താണ് ഈ പറയുന്ന ആന്റണി രാജു പ്രതിയായി തുടങ്ങുന്നത്. അവിടെ നിന്നും അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ഒന്നുകിൽ അതിബുദ്ധി, കുരുട്ടുബുദ്ധി എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല, അതിബുദ്ധിയോ അല്ലെങ്കിൽ ബുദ്ധിമോശമോ ആണ് അദ്ദേഹത്തെ ഇന്നത്തെ ഈ ഒരു പതനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് വാദിച്ചിരുന്ന അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. ആന്റണി രാജു ഒരു അഭിഭാഷകനാണ്, അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു 90-കളിൽ. അപ്പോൾ അദ്ദേഹം ഈ കേസിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഈ പറയുന്ന ആൻഡ്രൂ എന്ന വ്യക്തിയെ കുറ്റവിമുക്തനാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തോന്നിയ ഒരു അതിബുദ്ധിയായിരുന്നു. ഹർഷ പറഞ്ഞതുപോലെ അതിബുദ്ധിയായിരുന്നു ഈ പറഞ്ഞ തൊണ്ടി മുതൽ മാറ്റിവെക്കുക. അപ്പോൾ ഈ കേസിലെ തൊണ്ടി മുതൽ എന്തായിരുന്നു? അതൊരു അടിവസ്ത്രമായിരുന്നു. അപ്പോൾ കോടതിയിൽ നിന്നുള്ള ഒരാളുടെ ജോസ് എന്നുള്ള ഒരു വ്യക്തി, 1ാം പ്രതിയായ ജോസ് എന്നുള്ള വ്യക്തിയുടെ സഹായത്തോടുകൂടി ഈ തൊണ്ടി മുതൽ കൈക്കലാക്കുന്നു. അപ്പോൾ ഈ തൊണ്ടി മുതൽ എടുത്തു കളഞ്ഞാൽ കോടതിയിലുള്ള ജോലി പോകുമല്ലോ ജോസിന്റെ. അതുകൊണ്ട് ഈ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നു, അതിനെ വെട്ടിത്തച്ച് ചെറുതാക്കി സൈസ് മാറ്റി തിരിച്ചു വെക്കുന്നു. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു വക്രബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പോലും 2026 നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ബുദ്ധി നമ്മുടെ തലയിൽ വരില്ല. അത്ര ബുദ്ധിയാണ് അന്ന് തോന്നിയത്. അപ്പോൾ ഇത് എടുത്തുകൊണ്ടുപോയി വെട്ടിത്തച്ച് ചെറുതാക്കി തിരിച്ച് കോടതിയിൽ വന്നിട്ട് ഇത് ഇദ്ദേഹത്തിന് പാകമാകുന്ന ഒരു സാധനമല്ല, അതുകൊണ്ട് ഇത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രമല്ല, തൊണ്ടി മുതൽ സമർപ്പിച്ചത് ഇതല്ല, അങ്ങനെ പറഞ്ഞിട്ട് കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്നു. അദ്ദേഹത്തെ വെറുതെ വിടുന്നു. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം മറ്റൊരു കൊലക്കേസിൽ അറസ്റ്റിലായി തടവിൽ ഇരിക്കുമ്പോഴാണ് സഹതടവുകാരനോട് പണ്ട് ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞ ഈ കഥ വളരെ രസകരമായി പറഞ്ഞതായിരിക്കാം. അതങ്ങനെ ഇന്റർപോൾ വഴി CBI-യിലേക്കും തിരിച്ച് കേരളത്തിലേക്കും വന്ന് ഇതൊരു വലിയ വിവാദമായി 2026 ആന്റണി രാജു വീഴുകയാണ്. എന്തിന്റെ പേരിൽ? ഒരു അടിവസ്ത്രത്തിന്റെ പേരിൽ. എനിക്ക് തോന്നുന്നു പണ്ട് ഒരു ജൂനിയർ അഭിഭാഷകനായി എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള തത്രപ്പാടിനിടയിൽ സംഭവിച്ചു പോയ ഒരു പിഴവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ഒരു വലിയ കളങ്കമായി മാറിയിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രതിയായിരുന്ന ആൻഡ്രൂവിന്റെ അഭിഭാഷകയുടെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും വിജയിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഏത് രീതിയിലും മുന്നോട്ട് പോവുക എന്നുള്ളത്. പക്ഷെ അതായത് ജയമാണ് പ്രധാനം, അതിനുവേണ്ടി ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു ഈ പറയുന്ന ആന്റണി രാജു ചെയ്തത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിനുശേഷം സംഭവിച്ചത് ഹൈക്കോടതിയിൽ പോവുകയും ഈ കേസിൽ ഈ പറയുന്ന അടിവസ്ത്രം ഈ പ്രതിയെ കൊണ്ട് ഇടിയിപ്പിച്ച് നോക്കിയിട്ട് പോലും അത് കയറാതെ വന്നപ്പോഴാണ്. പക്ഷെ അതിനുശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായപ്പോൾ ഈ അടിവസ്ത്രത്തിലുണ്ടായ തയ്യലിന്റെയും സ്റ്റിച്ചിന്റെ രീതികൾ ഉണ്ടായിരുന്ന വ്യത്യാസം. പക്ഷെ അവിടെയും ചെറിയ ചെറിയ പിഴവുകൾ, അതായത് കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പോലെ
തയ്ച്ച നൂലിന്റെ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു, വെച്ച് പിടിപ്പിച്ച തുണിക്ക് ചെറിയ കളർ വ്യത്യാസം ഉണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്ത ആ ഒരു തുണിക്കും നൂലിനും കാല താമസത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു, ചിലതിന് പഴക്കമുണ്ടായിരുന്നു, ഇപ്പൊ തയ്ച്ചു വെച്ചതിന് പഴക്കം കുറവായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള സംശയങ്ങൾ അന്നത്തെ കാലത്ത് 1995 കൂടി ഈ പറയുന്ന ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് തോന്നിയിരുന്നുവെങ്കിലും പക്ഷേ പിന്നീട് അത് എവിടെയും എത്താതെ പോകുന്ന ഒരു സാഹചര്യം. ഈ കേസിന് തടയിടാൻ വേണ്ടി സുപ്രീം കോടതി വരെ ഈ പറയുന്ന ആന്റണി രാജുവും അദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകയും കൂടി പോയി 16 വർഷത്തോളം കേസ് സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോ നേരത്തെ മേഘ പറഞ്ഞതുപോലെ മറ്റൊരു കേസിൽ അറസ്റ്റിലായ പ്രതി സഹതടവുകാരനോട് പറയുകയും കൊലക്കേസ് അന്വേഷിക്കാൻ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആ സഹതടവുകാരൻ ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഈ കഥ അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്ത ആകെ മാറി മറയുന്നത്. അത് പിന്നീട് കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം. ആന്റണി രാജു എനിക്ക് തോന്നുന്നു ആ സമയത്ത് തോറ്റിരുന്നുവെങ്കിൽ ഇത്രത്തോളം സങ്കടത്തോടു കൂടി പോവില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മന്ത്രിയായും ഒക്കെ തുടരുമെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഭാവി ഇങ്ങനെയാകുമെന്ന് അദ്ദേഹം ഓർത്തിരുന്നില്ല. അതെ, ഇപ്പോൾ 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 2 വർഷമായിരുന്നെങ്കിലും റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കാമായിരുന്നു. പക്ഷെ 3 വർഷമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നത്. എന്ത് തന്നെ ആയാലും എനിക്ക് തോന്നുന്നു ദൈവം ഉണ്ടെങ്കിൽ ദൈവം ബാക്കി വെക്കുന്ന ഒരു കണിക എന്നുണ്ടാവില്ലേ ഒരു കേസിൽ, അതുപോലെ എല്ലാ കേസുകളിലും ഉണ്ടാവും. എത്ര വർഷം കഴിഞ്ഞാലും ആ കേസുകൾ പുറത്തു വരും. അതെ, നമ്മൾ ഇതിനു മുൻപ് പല തവണകളിലായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ചില കൊലപാതക കേസുകളൊക്കെ, അതായത് നഖം കൊണ്ട് അല്ലെങ്കിൽ ഒരു മുടി കൊണ്ട് അല്ലെങ്കിൽ സ്ക്രൂ കൊണ്ടൊക്കെ തെളിയുന്ന കേസുകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു തെളിവോടുകൂടി ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ എന്റെ ഒരു സംശയം ഇതാണ്, ഈ ഒരു തൊണ്ടി മുതൽ ഇപ്പൊ എവിടെയായിരിക്കും അല്ലേ? എന്തായാലും കേസ് ആ സമയത്ത് തേഞ്ഞു മാഞ്ഞതോടുകൂടി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതില് നമ്മള് ചിലര് പറയുന്നത് പോലെ ഇപ്പൊ LDFന്റെ ഒരു ഘടകകക്ഷിയായി നിൽക്കുന്ന ഒരു അതിലേക്കായിരുന്നു വരുന്നത്. CPM-മായി ബന്ധമില്ല, ഇടതുപക്ഷവുമായി ബന്ധമില്ല, പക്ഷേ ഒപ്പം നിൽക്കുന്ന ആളാണ്. അതിൽ നിന്നും മാറ്റങ്ങളൊന്നും വരേണ്ട കാര്യമില്ല. അതെ, അല്ല CPM-നോട് ഈ ഒരു കേസിന് കൂട്ടിക്കൊടുക്കരുത് കേട്ടോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM-ന്റെ പല പ്രവർത്തകരും മാറുന്ന ഒരു രീതി. കാരണം എനിക്ക് അതും കൂടി താങ്ങാനുള്ള ശേഷി CPM-ന് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആന്റണി രാജുവിന്റെ പാർട്ടിയുടെ പേര് ജനാധിപത്യ കേരള കോൺഗ്രസ്, അതായത് അധികം കേട്ടുകേൾവി ഇല്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പേരാണ് ഈ ഒരു. പക്ഷെ ആന്റണി രാജു എന്ന പേര് നമ്മൾ അത് പരിചിതമായിരുന്നു. ആയിരുന്നപ്പോഴും നമുക്ക് അറിയുന്ന പേരായിരുന്നു. പലപ്പോഴും പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സംസാരിച്ചിട്ടുള്ള ഒരു പേര് തന്നെയായിരുന്നു. പരിചിതമായ മുഖവും പേരും. പക്ഷെ പാർട്ടിയുടെ പേരിൽ ഇനി ഇപ്പോൾ ആര് ക്രൂശിക്കപ്പെടും നിയമസഭയിൽ ഈ ഒരു പേര് കൊണ്ട് ഇനി ആർക്കൊക്കെ തിരിച്ചടിയാകുമെന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.